വാർത്തകൾ തുടരുന്നു. എടപ്പറ്റ പഞ്ചായത്തിലെ മുനാടിയിൽ കൂട്ടത്തോടെ കാട്ടാനകൾ എത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലെത്തിയ വിവരമറിഞ്ഞ് അഡ്വക്കേറ്റ് എം ഉമ്മർ MLA സ്ഥലം സന്ദർശിച്ചു. കാട്ടാന ശല്യം തടയുന്നതിനു വേണ്ടി കിടങ്ങു നിർമ്മാണത്തിനായി സർക്കാരിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് അദ്ദേഹം സ്വന്തം വാർത്തകളോട് പറഞ്ഞു. കാട്ടാനകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെത്തി വീട്ടുവളപ്പിലേതുൾപ്പെടെ നിരവധി കൃഷിവിളകൾ നശിപ്പിച്ചു. ആനകൾ തങ്ങളുടെ വീട്ടുവളപ്പിലെത്തിയതോടെ ജനങ്ങളുടെ ഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. എടപ്പറ്റ പഞ്ചായത്തിലെ മൂന്നാടിയിലാണ് ആനകൾ കൂട്ടത്തോടെ ജനവാസ കേന്ദ്രങ്ങളിലെത്തി കൃഷി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ ആനക്കൂട്ടം വീട്ടുവളപ്പിലെ നീരൊഴുക്കുള്ള ഭാഗങ്ങൾ കുളത്തിന്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. മൂന്നാടിയിലെ കീഴ്ശ്ശേരി മുഹമ്മദ്, മടത്തൊടിക അബുഹാജി തുടങ്ങിയവരുടെ വളപ്പിലാണ് ആനകൾ തമ്പടിച്ചത്. കൂടാതെ തോരക്കോട്ടിൽ ബാപ്പുഹാജി, മങ്കട മനോജ് എന്നിവരുടെ കൃഷിയിടത്തിലും നാശം വിതച്ചിട്ടുണ്ട്. പകൽ 4 മണിയോടെ വീണ്ടുമെത്തിയ ആനക്കൂട്ടം 1.5 മണിക്കൂർ വീട്ടുവളപ്പിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ചുമരുകളിൽ ഉരസിയും മുറ്റത്ത് ചവിട്ടിമതിച്ചുമാണ് ആനകൾ വീട്ടുകാരെ ഭയപ്പെടുത്തിയത്. വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പ്രത്യേക ദൌത്യസേനാംഗങ്ങളാണ് ആനകളെ കാടുകയറ്റിയത്. കനത്ത മഴ കാരണം റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെക്കുവാൻ കഴിയാത്തതിനാൽ ബഹളം വെച്ചാണ് ആനകളെ തുരത്തിയത്. കഴിഞ്ഞ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടത് മുനാടിയുടെ സമീപ പ്രദേശമായ എടത്തനാട്ടുകരയിലായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആനകളുടെ തിരിച്ചുവരവ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ആനകൾ ജനവാസ കേന്ദ്രത്തിലെത്തിയ വിവരമറിഞ്ഞ് അഡ്വക്കേറ്റ് എം ഉമ്മർ MLA സ്ഥലത്തെത്തി സ്ഥലത്തുണ്ടായിരുന്ന വനപാലകരുമായി സംസാരിച്ച് നിജസ്ഥിതികൾ മനസ്സിലാക്കി. പിന്നീട് DFOയുമായി ബന്ധപ്പെട്ട് സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിന് പുറമെ ജനവാസ കേന്ദ്രത്തിലെത്തുന്നത് തടയാൻ കിടങ്ങുകൾ നിർമ്മിക്കാനും അതിനാവശ്യമായ വിവരങ്ങൾ നൽകുവാനും ആവശ്യപ്പെട്ടു. കിടങ്ങുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തുമെന്നും എം ഉമ്മർ MLA സ്വന്തം വാർത്തകളോട് പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞാനിപ്പോൾ DFO ആയിട്ട് സംസാരിച്ചു. അപ്പോൾ DFO പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ ഇവിടെ ഈ സോളാർ ഫെൻസിങ് പൂർത്തിയാക്കും. അതിന് ടെൻഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നാളത്തോടുകൂടി ടെൻഡറാവും. കാട് വെട്ടിത്തെളിച്ച് 1 മാസത്തിനുള്ളിൽ സോളാർ ഫെൻസിങ് വരുന്നതോടിയിട്ട് പ്രശ്നം പരിഹരിക്കും എന്നാണ് DFO പറയുന്നത്. ഞാനതിന് സജഷൻ കൊടുക്കുന്നത് ഇനി ആ ഫെൻസിങ് കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ഒരു സർവേ നടത്തിയിട്ട് ഈ ജനവാസ സ്ഥലങ്ങളിലേക്ക് വരുന്നതിന് തടയുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള കിടങ്ങ് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ട എസ്റ്റിമേറ്റും കാര്യം തയ്യാറാക്കി ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടും. കൂടാതെ ആനകളെ തുരത്തുവാൻ ആവശ്യമായ വനപാലക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ മണ്ണിൽ ഹുസൈൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TP ഫാത്തിമ, ചാലിൽ ഫാത്തിമ, മരിയാട്ടിൽ സഫിയ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ CK ബഷീർ, B ജാബിർ, E ഷൌക്കത്ത് അലി, M ഹനീഫ, MK സമീർ, കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ K മുഹമ്മദ് മാസ്റ്റർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ലോക വികലാംഗ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ വണ്ടൂർ BRCയിൽ സ്നേഹക്കൂട്ട് സംഘടിപ്പിച്ചു. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയക്കുട്ടി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു. തൊഴിൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ആലിപ്പറ്റ ജമീല നിർവഹിച്ചു. വിശിഷ്ടാതിഥിയായി P വിജയകൃഷ്ണൻ എത്തിയിരുന്നു. BPO മാത്യു T തോമസ്, P അസൈനാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സെമിനാറും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ഭോപ്പാൽ ദുരന്ത ദിനാചരണത്തിന്റെ ഭാഗമായി പൂക്കോട്ടുംപാടം ടൗണിൽ റാലി നടത്തി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി പൂക്കോട്ടുപാടം ടൗണിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലെക്സ് ബോർഡുകളുമായി റാലി നടത്തി. 1984 ഡിസംബർ 3-ാം തീയതി ഭോപ്പാലിലെ അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്ന് 43 ടൺ മീഥൈൽ ഐസോസയനേറ്റ് വാതകം ചോർന്ന ഉടനെ തന്നെ 2259 പേർ സംഭവസ്ഥലത്തും 2 ആഴ്ചക്കിടെ 8000-ലധികവും പിന്നീട് 8000-ലധികം പേർ വാതകം മൂലമുള്ള രോഗം മൂലവും മരിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് 27-ാം തീയതി ഭോപ്പാൽ ദിനാചരണം നടത്തിയത്. സ്കൂൾ പരിസരത്ത് തുടങ്ങിയ റാലിക്ക് സീനിയർ അധ്യാപകൻ M അഷ്റഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രോഗ്രാം ഓഫീസർ പവിത്രൻ, സിദ്ദീഖ്, ഫാസിൽ, ദിബു, NSS വോളണ്ടിയർമാരായ വിവേക്, മുഹസിന, വിജിത, വിഷ്ണുദേവ് എന്നിവർ നേതൃത്വം നൽകി. ഓർമ്മകൾ തുടച്ചു നീക്കുക എന്നത് എല്ലാ ഭരണകൂടങ്ങളുടെയും ലക്ഷ്യമാണെന്ന് KN കുഞ്ഞിമുഹമ്മദ്. കരുവാരക്കുണ്ട് കേമ്പിൽകുന്ന് നവധാര വായനശാല സംഘടിപ്പിച്ച
മലബാർ കലാപം വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം വരെ എന്ന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക സാഹിത്യത്തിൽ ഇതേക്കുറിച്ചുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ വിവരണങ്ങളുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾക്ക് വായിക്കാവുന്ന മറ്റൊരു പുസ്തകത്തിന്റെ പേര് ഒരു പ്രസിദ്ധീകരണത്തിൽ ഇത് സംബന്ധമായി ചില സന്ദേഹങ്ങൾ രൂപപ്പെട്ടു എന്നത് സത്യമാണ്. പക്ഷെ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാട് 1921 മലബാർ കലാപത്തെ കുറിച്ചുള്ള ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിനെ അക്കാദമികമായി എതിർത്ത ഒരു പണ്ഡിതൻ തന്നെയാണ് എം ഗംഗാധര മാഷപ്പോൾ ഒരു ചരിത്ര പണ്ഡിതൻ തന്നെയാണ്. അത്ഭുതകരമെന്ന് തന്നെ പറയട്ടെ, പഴയ ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിനോട് പൊരുത്തപ്പെടുന്ന വിധത്തിലുള്ള ചില ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ജനതയ്ക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം നേടിയെടുക്കാനാവില്ല. മലബാർ കലാപത്തെ സ്മരിക്കേണ്ടതില്ല എന്ന് പറയുന്നവർ സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ രാഷ്ട്രീയവൽക്കരണം കമ്പോള ശക്തികളെ മാത്രമേ ശക്തിപ്പെടുത്തുന്നുള്ളൂ. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഒരു ജനത നടത്തുന്ന സമരമാണ് വാൾ സ്ട്രീറ്റിൽ നടക്കുന്നത്. ഇതുതന്നെയാണ് 1921 മലബാറിൽ നടന്നത്. രണ്ട് സമരങ്ങളും അധികാര പ്രവണതയ്ക്കെതിരെയുള്ള സാമ്രാജ്യത്വ വിരുദ്ധമാണെന്നും KN പറഞ്ഞു. നളന്ദ കോളേജിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. രാജേഷ്, A. പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. മനോജ്, ബിജോ, MK ഹംസ, NK റഷീദ്, E. ചന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവേള ഒരിക്കൽ കൂടി.